ചില പുതിയതായിട്ട് വരുന്ന വാർത്ത, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ബോംബിട്ടു. രണ്ട് തീവ്രവാദ രാഷ്ട്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിട്ട് കളിക്കുകയാണ്. ഇതൊരു യുദ്ധത്തിലേക്കുള്ള പോക്കാണോ? ഇപ്പോൾ ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് ആണ്, പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നതാണ് ഈ മിഡിൽ ഈസ്റ്റിൽ അറബ് രാജ്യങ്ങളിൽ ഉണ്ടാവുന്ന യുദ്ധങ്ങൾ, സംഘർഷങ്ങൾ. അതെ, അതിനൊക്കെ പുറകെ ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ കുറച്ച് ബോംബ് ഇട്ടേക്കുവാണ്. ഒരു 16 പേര് മരിച്ചിട്ടുണ്ട്. തിരിച്ചടിക്കുമെന്ന് താലിബാൻ പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി നമ്മൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കണം. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനിലെയും തമ്മിൽ വേർതിരിക്കുന്നത് ഡ്യൂറന്റ് ലൈനാണ്. പ്രത്യേകിച്ച് ഡിമാർക്കേഷൻ ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഒരു ഫെൻസിങ്ങോ ഒന്നും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ മാത്രം പട്ടാളക്കാരുണ്ട്, ബാക്കി സ്ഥലങ്ങളൊക്കെ വെറുതെ തുറന്നെടുക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ പതിറ്റാണ്ടുകളായി ആഭ്യന്തര സംഘർഷവും സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോഴാണ് താലിബാന്റെ കയ്യിലേക്ക് അഫ്ഗാനിസ്ഥാൻ വന്നത്. അതിനു മുമ്പ് താലിബാൻ ഒരു തീവ്രവാദ സംഘടനയായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സംഘടനയായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ പാകിസ്ഥാനിൽ പോയി താമസിക്കുന്നുണ്ട്. ഈ പാകിസ്ഥാനിൽ തന്നെ ഈ പാകിസ്ഥാന്റെ ഗവൺമെന്റിനെതിരെ പോരാടുന്ന ചില താലിബാൻ ആക്ടിവിറ്റീസ് ഉണ്ട്. അവർ പാകിസ്ഥാനിലെ വസീറിസ്ഥാൻ പ്രവിശ്യയിലാണ് അവരുണ്ടായിരുന്നത്. ഇപ്പോ അവർക്കെതിരെ പാകിസ്ഥാൻ ആർമി ചില ശക്തമായ നടപടികൾ എടുത്തതിൽ പിന്നാലെ ഈ വസീറിസ്ഥാനിൽ നിന്ന് കുറച്ച് ആൾക്കാർ അഫ്ഗാനിസ്ഥാന്റെ ബോർഡർ കടന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയി. അവരെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ബോംബിട്ട് തകർത്തിരിക്കുന്നത്. ചില ഗ്രാമങ്ങൾ കംപ്ലീറ്റ്ലി അവർ വൈപ്പ് ഔട്ട് ചെയ്തു. 16 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലി സംഖ്യ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ മരണം ഇനിയും ഉയരാനുള്ള സാധ്യത വളരെ വലുതാണ്. കാരണം ഒരു യുദ്ധത്തിലേക്ക് പോകുമോ? അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഒന്ന്, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിൽ, താലിബാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം നന്നായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ താലിബാൻ ഭരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് നല്ല പ്രോജക്റ്റുകൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ പാർലമെന്റ് പണിഞ്ഞു കൊടുത്തത് ഇന്ത്യയാണ്. പിന്നെ അവിടെ ഒരു സൽമ ഡാം, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പീസ് ഡാം എന്ന് പറഞ്ഞ വലിയൊരു ഡാം അവർക്ക് വേണ്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പണിത് കൊടുത്തിട്ടുണ്ട്. താലിബാൻ അധികാരത്തിന് വന്നതിന് ശേഷവും ഒഫീഷ്യലി അംഗീകരിച്ചിട്ടില്ല എങ്കിലും ഇന്ത്യ ബാക്ക്ഡോർ ചാനൽസ് വഴി അവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഉണ്ട്. കാരണം ഇനി ഭരിക്കാൻ പോണത് അവരാണ്. അപ്പം നാച്ചുറലി ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സെൻട്രൽ ഏഷ്യയിലേക്ക് ഇന്ത്യയെ കണക്ട് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനാണ്. പ്രത്യേകിച്ച് ഇന്ത്യ ഇറാനിൽ ഒരു ചബഹർ പോർട്ടുണ്ട്, ഒരു തുറമുഖം, നമ്മുടെ വിഴിഞ്ഞം പോലെ ഇറാനിൽ ഒരു ചബഹർ എന്ന് പറഞ്ഞ ഒരു പോർട്ടുണ്ട്. ആ പോർട്ടിലേക്ക് അതിപ്പോൾ മാനേജ് ചെയ്യുന്ന ഇന്ത്യയാണ്. അവിടെ ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ ഈ 3 രാജ്യങ്ങളും തമ്മിലൊരു കരാറുണ്ട്. ആ തുറമുഖത്ത് നിന്ന് ഗുഡ്സ് വളരെ ഫ്രീലി ആക്സസിബിൾ ആക്കാനായിട്ട്. കാരണം ഇന്ത്യക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് ഉണ്ടല്ലോ, താജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ പോലെ രാജ്യങ്ങളിലേക്ക് പോകാൻ പാകിസ്ഥാനിലൂടെ സാധിക്കില്ല. അപ്പൊ നാച്ചുറലി ഇവർ പ്ലാൻ ചെയ്യണത് ഇന്ത്യ എന്നുള്ള ഗുഡ്സ് ചബഹർ പോർട്ടിൽ ചെല്ലും ഇറാനിൽ, അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാൻ വഴി സെൻട്രൽ ഏഷ്യയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിത്ത് റെസ്പെക്ട് ടു ട്രേഡ്. എക്കോണമിപരമായി വളരെ പ്രധാനപ്പെട്ടാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഒരു ഹോസ്റ്റൽ നൈബർ ആയതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ, പ്രത്യേകിച്ച് അത് മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നാച്ചുറലി ശത്രുവിന്റെ ശത്രു എന്ന മിത്രം തന്നെയാണ്. അത് പണ്ട് മുതലേ പിന്തുടരുന്ന ഒരു ശൈലിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഈ പാകിസ്ഥാൻ ആർമി അറ്റാക്ക് ചെയ്തിരുന്നു ബോർഡറിൽ. ഒരു 21 പാകിസ്ഥാൻ പട്ടാളക്കാരെ ഇവർ കൊന്നു. ബേസിക്കലി ഇത് പലപ്പോഴായിട്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പാകിസ്ഥാനിൽ ഇവർ ബോംബ് സ്ഫോടനങ്ങൾ നടത്താറുണ്ട്, പട്ടാളക്കാരെ ടാർഗറ്റ് ചെയ്യാറുണ്ട്, ബിഹെഡിങ്സ് നടത്താറുണ്ട്, തലവെട്ടാറുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ പലപ്പോഴായി ഈ പാകിസ്ഥാൻ താലിബാൻ, അവരെ പറയുന്നത് തെഹരീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്നാണ് ഫുൾ TTP, ഇവര് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു റിറ്റാലിയേഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ബോംബിട്ടത്. തിരിച്ച് അറ്റാക്ക് ഉണ്ടാവും എന്ന താലിബാൻ, എന്ന് വെച്ചാൽ താലിബാൻ മീൻസ് അഫ്ഗാനിസ്ഥാൻ ഗവൺമെന്റ് ഇപ്പോൾ പാകിസ്ഥാനെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ നാച്ചുറലി, കാരണം പാകിസ്ഥാന്റെ കയ്യിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അമേരിക്കൻ ഫൈറ്റർ ജെറ്റ്സ് ഉണ്ട്, F-16 പോലുള്ള ഫൈറ്റർ ജെറ്റ്സ് ഉണ്ട്. ഇത് വെച്ചിട്ട് അവർക്ക് ഈസിലി ഇവരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ താലിബാന്റെ കയ്യിൽ ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസും ഒന്നുമില്ല. പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ, കാരണം അവരുടെ ഈ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ വലിയ പർവ്വതങ്ങളും കുന്നുകളും അങ്ങനെ ചുരങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പൊ അവിടെ അഫ്ഗാനിസ്ഥാനിലെ മുജാഹിദീൻസ്, തീവ്രവാദികൾ, അവർ അവിടെ വെൽ ട്രെയിൻഡ് ആണ്. ഒരുപക്ഷെ ഒരു കരയുദ്ധം നടക്കുവാണെങ്കിൽ പാകിസ്ഥാനെ മനോവർ ചെയ്യാനുള്ള, അതിനപ്പുറത്തേക്ക് വരാനുള്ള അവർക്ക് ശേഷിയുണ്ട്. കാരണം ഒന്ന്, അവര് ഗറില്ല വാർഫെയറിൽ അവർ എക്സ്പേർട്സ് ആണ്. 20 വർഷം അമേരിക്കയായിട്ട് യുദ്ധം ചെയ്ത ആൾക്കാരാണ് അവർക്ക് ടാക്ടിക്സ് അറിയാം. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യത ഇൻ നിയർ ഫ്യൂച്ചർ നമുക്ക് കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡ്യൂറന്റ് ലൈൻ, ഇവർ തമ്മിലുള്ള ബോർഡർ ഡിമാർക്കേറ്റഡ് അല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ. അല്ല, ഈ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവും? ഇന്ത്യക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല.
ഒന്നാമത്തെ കാര്യം ഇന്ത്യക്ക് ലാഭമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരാനായിട്ട് കുറെ തീവ്രവാദികൾ പാകിസ്ഥാന്റെ ലോഞ്ച് പാഡ്സിൽ വെയിറ്റിംഗ് ആണ്. പ്രത്യേകിച്ച് ഈ ഡിസംബർ ജനുവരി മഞ്ഞ് വീണ സമയത്താണ് ഇവർ കൂടുതൽ ഇന്ത്യയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും കേട്ടോളൂ ആ സമയത്താണ് തീവ്രവാദി ആക്രമണങ്ങൾ കൂടി വരുന്നത്. അതെ, ബേസിക്കലി ഈ തീവ്രവാദികളും പാകിസ്ഥാൻ ആർമിയും തമ്മിൽ ഒരു സഖ്യമുണ്ട്. അതിനെ BAT എന്ന് പറയും, ബോർഡർ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ഇവരെങ്ങനെയെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഒരു ടീം ഉണ്ടാക്കിയിട്ട് ഇവർ വരും, ഇന്ത്യക്കാരെ ആംബ്യൂഷ് ചെയ്യും. ഇന്ത്യൻ അറ്റാക്ക് പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും, ഇന്ത്യൻ പട്ടാളക്കാരുടെ തലയറുത്തു, ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ തീവ്രവാദികളും അവിടുത്തെ പാകിസ്ഥാൻ പട്ടാളക്കാരും കൂടെ ചെയ്യണതാണ്. അപ്പോൾ ഇവർ തമ്മിലൊരു കൺഫ്രണ്ടേഷൻ വരുവാണെങ്കിൽ, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തമ്മിലൊരു കൺഫ്രണ്ടേഷൻ വരുവാണെങ്കിൽ ഈ തീവ്രവാദികൾക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ നാച്ചുറലി ഇന്ത്യയുടെ ബോർഡറിൽ നിന്നും പാകിസ്ഥാന് പട്ടാളക്കാരെ പിൻവലിക്കേണ്ടി വരും. അതിനർത്ഥം ഇന്ത്യയിലേക്ക് തീവ്രവാദികൾ വരാനുള്ള അറ്റംപ്റ്റ് കുറയും, വളരെയധികം കുറയും. അത് മാത്രമല്ല, ഇപ്പോൾ വളരെ ഒരുപാട് പട്ടാളക്കാർ ഉണ്ട് ഈ ബോർഡേഴ്സിൽ. പാകിസ്ഥാൻ പട്ടാളക്കാരെ പിൻവലിക്കുവാണെങ്കിൽ ഇന്ത്യക്ക് അത് നാച്ചുറലി ഒരു അഡ്വാൻറ്റേജ് ആണ്. അത് മാത്രമല്ല, അഫ്ഗാനിസ്ഥാൻ യുദ്ധം വരുവാണെങ്കിൽ പാകിസ്ഥാന് വലിയ നഷ്ടങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഒന്ന്, അവരുടെ ഇക്കോണമി ഓൾറെഡി ഡൗൺ ആണ്. ഒരു യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അവരുടെ ഇക്കോണമി വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോകും. പ്രത്യേകിച്ച് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ യുദ്ധം വരുവാണെങ്കിൽ നാച്ചുറലി ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും. കാരണം നേരത്തെ പാകിസ്ഥാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല, ശത്രുവിന്റെ ശത്രു മിത്രമായതുകൊണ്ട്. അതെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് പാകിസ്ഥാനിൽ വീണ്ടും ഡിസ്റ്റെബിലൈസ്ഡ് ആയി പോകും പാകിസ്ഥാൻ. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മോശമാണ്. കാരണം നോർമലി നമ്മൾ കാണുന്നത് ഒരു ഗവൺമെന്റ് ഒരു യുദ്ധത്തിന് പരാജയപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലുള്ള അവിടെ ഇൻസർജൻസി ആക്ടിവിറ്റീസ് കൂടും, എന്നാൽ തീവ്രവാദ സംഘടനകൾ കൂടും. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ബലോചിസ്ഥാനിലെ പ്രോബ്ലം ഉണ്ട്. ബലോചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു സംഘടന പാകിസ്ഥാനിൽ നിന്ന് ബലോചിസ്ഥാനെ ലിബറേറ്റ് ചെയ്ത് പുതിയ രാജ്യം ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. അവിടെ ഈ സിന്ധ് പ്രദേശം ഉണ്ടല്ലോ, ആ സിന്ധു ദേശ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. സിന്ധിനെ പ്രവശ്യയെ വിഘടിപ്പിച്ചുകൊണ്ട് അവിടെ പ്രത്യേകമായ ഒരു രാജ്യം ഉണ്ടാക്കണമെന്ന് ആവശ്യമുണ്ട്. പിന്നെ ഈ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ ഉണ്ട്, ആസാദ് കശ്മീർ എന്ന് പാകിസ്ഥാൻ വിളിക്കുന്ന പ്രദേശവും, പിന്നെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ, അത് ഇന്ത്യൻ പ്രദേശമാണ്, പാകിസ്ഥാൻ അടക്കി വെച്ചിരിക്കുന്നതാണ്. ഇവിടെയൊക്കെ പാകിസ്ഥാൻ സർക്കാരിനെതിരെ ജനവികാരമുണ്ട്. അപ്പോൾ നാച്ചുറലി പാകിസ്ഥാൻ ഒരു യുദ്ധത്തിന് പോയി ആ യുദ്ധത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നാച്ചുറലി ഇതെല്ലാം വിഘടിച്ച് പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അത് പാകിസ്ഥാനും അറിയാം. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രത്തോളം 21 പട്ടാളക്കാരെയാണ് വന്ന് ഈ പാകിസ്ഥാൻ താലിബാൻ വന്ന് കൊന്നത്. എന്നിട്ടും അവരുടെ റിട്ടാലിയേഷൻ വളരെ മിനിമലാണ്. കാരണം അവർക്കറിയാം താലിബാനായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവർക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈ അവിടെ ഒരു റെഷീം ചേഞ്ച് ഉണ്ടായിരുന്നല്ലോ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് ഇവർ വിശ്വസിച്ചിരുന്നത് ഈ താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇനി പാകിസ്ഥാൻ പറയുന്നത് കേട്ടേ ഇരിക്കും എന്നാണ്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. അവർ വന്നപ്പോൾ മുതൽ ഇന്ത്യ ആയിട്ട് നല്ല റിലേഷൻസിനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ, പിന്നെ ഈ ലൈൻ ഓഫ് ക്രെഡിറ്റ്, അതുപോലെ ഈ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇവർ വന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ സഹായിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ആവശ്യമുണ്ട്. അഫ്ഗാനിസ്ഥാൻ അറിയാം പാകിസ്ഥാൻ റിലയബിൾ അല്ല, അവർക്ക് ചൈനയും ഇൻക്ലൂഡ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം പലപ്പോഴായിട്ട് ഏത് രാജ്യങ്ങളിൽ ചൈന എന്നാലും ആ രാജ്യങ്ങളെ ഡെമോക്രാപ്പ് ചെയ്യാനാണ് ശ്രമിക്കുക. പക്ഷേ നമുക്ക് ശ്രീലങ്ക ഒരു ക്ലാസിക് എക്സാമ്പിളാണ്, നേപ്പാൾ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു രാജ്യം ചൈനയെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കില്ല. അപ്പോൾ നാച്ചുറലി അവരുടെ ചോയ്സ് ഇന്ത്യയാണ്. അപ്പോൾ നാച്ചുറലി ഒരു യുദ്ധം വരുവാണെങ്കിൽ അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. പാകിസ്ഥാൻ ആയിരിക്കും ഇതിന്റെ സോൾ ലൂസർ. കാരണം അഫ്ഗാനിസ്ഥാൻ താലിബാനെ സംബന്ധിച്ചിടത്തോളം 20 കൊല്ലം അമേരിക്കയായിട്ട് യുദ്ധം ചെയ്തവരാണ് അവർക്ക് വീണ്ടും ഒരു ഒളിപ്പോരിലേക്ക് പോകാനോ വീണ്ടും തിരിച്ചു വരാനോ റീഗ്രൂപ്പ് ചെയ്യാനോ ഒക്കെ അവർക്ക് വളരെ ഈസിലി സാധിക്കും. പക്ഷേ ബാക്കി ഗ്ലോബലിൽ നിന്ന് ആളുകൾ നോക്കുമ്പോൾ ഒരു തീവ്രവാദി മറ്റൊരു തീവ്രവാദിയെ കൊന്നു എന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ബേസിക്കലി. കാരണം തീവ്രവാദികൾക്ക് വലിയ ഇമ്പോർട്ടന്റ് ഒരു സേ ഉണ്ട് പാകിസ്ഥാന്റെ പൊളിറ്റിക്സിൽ. പ്രത്യേകിച്ച് ഹാഫിസ് സയ്യിദിനെ പോലുള്ള ലഷ്കർ ഇ തയ്യബയുടെ ആളാണ് ഹാഫിസ് സയ്യിദ്. അയാളുടെ ഒരു സംഘടനയുണ്ട് ജമാഅത്തെ ഉദ്ധവ എന്ന് പറഞ്ഞു. അവർ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ച് ജയിലിൽ കൊണ്ടുവിടും. പക്ഷേ അയാൾ തന്നെയാണ് പല കാര്യങ്ങളും അവിടെ കൺട്രോൾ ചെയ്യണത്. അപ്പോൾ നാച്ചുറലി തീവ്രവാദത്തെ എസ്റ്റാബ്ലിഷ്ഡ് ചെയ്യണ ഒരു രാജ്യത്തെ, കാരണം അറിയാമല്ലോ ഈ അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാനെ വളർത്തിയെടുക്കാനും മുജാഹിദീനെ ട്രെയിൻ ചെയ്യാനൊക്കെ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ കടന്നുവരവോടുകൂടെ മുജാഹിദീനെ അമേരിക്ക ട്രെയിൻ ചെയ്തത് പാകിസ്ഥാനിൽ വെച്ചാണ്. സോ പാകിസ്ഥാൻ തന്നെ സൃഷ്ടിച്ച തീവ്രവാദികളാണ് ഈ താലിബാൻ എന്ന് പറയുന്നത്. അപ്പൊ നാച്ചുറലി പാകിസ്ഥാൻ സൃഷ്ടിച്ച സാധനം തന്നെ പാകിസ്ഥാനെ തീർക്കുമോ എന്ന് നമുക്ക് കണ്ടിരുന്ന് കാണാം.